എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അക്ഷരനഗരിയായ കോട്ടയത്ത് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ പുതിയ ലുലു മാളാണ്. എന്നാൽ പിന്നെ നമ്മളും ട്രെൻഡിന്റെ പുറകെ പോയേക്കാമെന്ന് വെച്ചു. കോട്ടയംകാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി ലഭിച്ച പുതിയ ലുലു മാളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ MC റോഡിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മണിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അവിടെയാണ് നമ്മുടെ പുതുപുത്തൻ ലുലുമാൾ ഉള്ളത്. MC റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടും അവിടെ എത്തുമ്പോൾ കട്ട ബ്ലോക്കായിട്ട് വാഹനങ്ങൾ കിടക്കുന്നതുകൊണ്ടും മണിപ്പുഴയിലെത്തി മാൾ തേടി വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ബ്ലോക്കൊക്കെ കടന്ന് മാളിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഏകദേശം 1000 വണ്ടികൾ വരെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ മാളിലുണ്ട്. മാളിൻ്റെ ഫ്രണ്ടിൽ വാഹനങ്ങൾ ഫുള്ളായാൽ പോലും ഈ മാളിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാളിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഒക്കെ കാണാൻ കഴിയും. ഫ്രണ്ടിൽ തന്നെ ലുലുമാൾ കോട്ടയം എന്നൊരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ സെൽഫി എടുക്കാൻ നല്ല തിരക്കാണ്. ഈ സെൽഫി പോയിന്റിന്റെ 2 സൈഡിൽ ഓരോ എസ്കലേറ്ററുകളും ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ കൊച്ചിയുടെ ലുലുമാളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2 നിലകളിൽ മാത്രമായി ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു മാളാണ് കോട്ടയത്തിൻ്റെ ലുലുമാൾ. ടോപ്പ് ബ്രാൻഡുകളുടെ സെപ്പറേറ്റ് ഔട്ട്ലെറ്റുകളൊക്കെ ഈ മാളിൽ തീരെ കുറവാണ്. എങ്കിലും ലൂയിസ് ഫിലിപ്പിയുടെയും ആരോയുടെയും KFCയുടെയും ഒക്കെ ഔട്ട്ലെറ്റുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ കഴിയും. KFCയുടെ ഈ ഫുഡ് സ്പോട്ട് മാത്രമാണ് ഫുഡ് കൗണ്ടറായിട്ട് താഴത്തെ ഫ്ലോറിൽ നമുക്ക് കാണാൻ കഴിയുക. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു 80% സ്പേസും ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. മറ്റു ലുലു മാളുകളിൽ കിട്ടുന്ന പോലെ തന്നെ ഡെയിലി യൂസിനുള്ള പേസ്റ്റും സോപ്പും വാഷിംഗ് പൗഡറും അടക്കം എല്ലാം തന്നെ കോട്ടയം ലുലുവിലും കിട്ടും. വേറൊരു പ്രധാനപ്പെട്ട സെഷൻ ഫ്രൂട്ട്സിൻ്റെയാണ്. നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് തന്നെയാണ് നമുക്ക് എല്ലാ ലുലു മാളുകളിൽ നിന്ന് ലഭിക്കുക. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെയും വലിയൊരു നിര തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ക്വാളിറ്റി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോൺ വെജ് സെക്ഷനിലേക്ക് വന്നാൽ ഹലാൽ മീറ്റിൻ്റെയും നിരവധി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇനി പോത്തും മീനും ഒന്നും വേണ്ടാത്തവർക്ക് നല്ല കിടിലൻ ചിക്കൻ സ്റ്റാളും ലാമ്പ് സ്റ്റാളും ഒക്കെ ഇവിടെയുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലെ വേറൊരു പ്രധാനപ്പെട്ട സെഷൻ തേങ്ങയും കപ്പയും അതേപോലെ തന്നെ വെജിറ്റബിൾ കൗണ്ടറും ഒക്കെയാണ്. നല്ല ഫ്രഷ് പച്ചക്കറി ആവശ്യാനുസരണം വാങ്ങിക്കൊണ്ട് പോകാൻ ഇനി കോട്ടയംകാർക്ക് വേറെ എങ്ങും പോകേണ്ടതില്ല. ഇപ്പം ചക്കയുടെ സീസണൊന്നും അല്ലെങ്കിൽ പോലും ചക്ക വരെ നമ്മുടെ ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഈ പച്ചക്കറി വിൽപ്പന കോട്ടയം മാർക്കറ്റിനെയൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് കണ്ടറിയണം. പക്ഷേ മാർക്കറ്റിനെ അപേക്ഷിച്ച് വില വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും ക്വാളിറ്റി ഒരല്പം നല്ലത് ലുലുവിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പലതരത്തിലുള്ള ജാമുകളും വിവിധ തരത്തിലുള്ള അച്ചാറുകളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും നല്ല തിരക്കാണ്. ഇവിടെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ബേക്കറി സെഷനും ഉണ്ട്. വെറൈറ്റി കേക്കുകളും സ്വീറ്റ്സുകളും ഒക്കെ ആയിട്ട് ഇവിടെ കച്ചവടം പൊടിക്കുകയാണ്. ലുലുവിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നല്ല ഓഫറിൽ ഹൈപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കഴിയും. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കിയ സോണറ്റിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ട ഡിസ്പ്ലേ ഒക്കെ കാണാം. ഈ സൈഡിൽ തന്നെ വാഷ്റൂമും കാണാം. നല്ല ഭംഗിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റാണ് ഇവിടെ കാണാൻ കഴിയുക. ഓരോ വാഷ് ബേസിനും ഗ്ലാസ് ഒക്കെ നൽകി നല്ല എലഗൻ ലുക്കിലാണ് സ്പേഷ്യസ് ആയി ഈ വാഷ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ലിഫ്റ്റ് സംവിധാനമുണ്ട്. എസ്കലേറ്റർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ലിഫ്റ്റ് കൂടാതെ മുകളിലേക്കും താഴേക്കും പോകാൻ ഓരോ എസ്കലേറ്ററുകളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റെയർ കേസ് മാത്രം കാണാൻ കഴിയില്ല. എസ്കലേറ്ററൊക്കെ കയറി മുകളിലെത്തിയാൽ കാണാൻ കഴിയുക ലുലു ഫാഷൻ സ്റ്റോറാണ്. തിരുവനന്തപുരത്തിൻ്റെ അത്രയും വലിയ കളക്ഷനൊന്നുമില്ല. എന്നാലും ഡ്രസ്സുകളും ഐ ഗ്ലാസുകളും ബാഗുകളും ഓർണമെൻറ്റുകളും ഷൂസുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട ട്രെൻഡിങ് സാധനം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഫാഷൻ സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത്. ലുലുവിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് സെക്ഷനും ഫാഷൻ സെഗ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും ബ്രാൻഡഡ് ഷോപ്പുകളുടെ കുറവ് മാളിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. എങ്കിൽ പോലും ഇവിടെ സാധനങ്ങൾക്ക് ഓവർ പ്രൈസ്ഡ് ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന നിരവധി ട്രെൻഡിങ് ഐറ്റംസ് ലുലുമാളിലുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കോട്ടയത്തിൻ്റെ ഫാഷൻ ഐക്കണായി ലുലു ഫാഷൻ സ്റ്റോർ മാറുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൂടാതെ കുട്ടികൾക്കുള്ള ഒരു വലിയ ടോയ് കളക്ഷൻ ലുലുമാളിലുണ്ട്. ഫാഷൻ സ്റ്റോറിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രോണിക് സ്റ്റോറും ഉണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ കമ്പനികളുടെയും വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം സെയിൽസിന് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും സൗണ്ട് ബാറും TVയും ലാപ്ടോപ്പും ഫോണും എല്ലാം ലുലു കണക്ട് ഓഫർ വഴി വാങ്ങാൻ സാധിക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നല്ലൊരു ചോയ്സാണ്.
ഫസ്റ്റ് ഫ്ലോറിലെ വേറൊരു പ്രധാനപ്പെട്ട ആകർഷണം കുട്ടികൾക്കായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫണ്ടൂറയാണ്. കോട്ടയത്തെ പിള്ളേർ ഇപ്പോൾ ലുലു മാളിൽ എത്തിയാൽ ആദ്യം പോകുന്ന ഈ ഗെയിമിംഗ് സോണിലേക്കാണ്. ടോം റൈഡറും ടൂർ ബസ് വേൾഡും കാർണിവലും ഒക്കെ ആയിട്ട് നിരവധി ഗെയിമിംഗ് ഏരിയകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫണ്ടൂറ കാർഡൊക്കെ എടുത്ത് വിവിധ റൈഡുകളിൽ കയറി ആർത്തുല്ലസിക്കാൻ നിരവധി കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. ശരിക്കും ഈ ഫണ്ടൂറ മാത്രമാണ് ഈ ലുലു മാളിലെ ഒരു എന്റർടൈൻമെന്റ് ഫെസിലിറ്റി. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊന്നും ഇല്ലാത്ത എന്റർടൈൻമെന്റ് സെക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ തന്നെയാണ്. എങ്കിലും ഉടൻ തിയേറ്ററുകളൊക്കെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഗെയിമിംഗ് ഏരിയയിൽ തന്നെ ഒരു XD തിയേറ്ററും ഉണ്ട്. എന്തായാലും കൊച്ചുകുട്ടികൾക്ക് അത്യാവശ്യം കളിച്ചു മുറുക്കാനുള്ള എല്ലാ ഗെയിമിംഗ് ഓപ്ഷൻസും ഈ ലുലു മാളിലുണ്ട്. 8 ഫുഡ് കൗണ്ടറുകളുമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് കോർട്ട് ഈ ഫണ്ടൂറയ്ക്ക് അടുത്ത് തന്നെയുണ്ട്. വലിയ തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഈ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഓക്കെയാണ്. എന്നാൽ കോട്ടയത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒട്ടും സ്പേഷ്യസ് അല്ലാത്ത ഫുഡ് കോർട്ടിൽ സമാധാനപരമായിരുന്നു ഫുഡ് കഴിക്കാനൊന്നും സാധിക്കത്തില്ല. കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ നോക്കിയാൽ ലുലു മാൾ കോട്ടയംകാർക്ക് ഒരു പുതിയ ശീലവും വേറിട്ടൊരു അനുഭവം തന്നെയാണ്. മികച്ച ഹൈപ്പർ മാർക്കറ്റും തരക്കേടില്ലാത്ത ഫാഷൻ സ്റ്റോറും എലഗന്റ് ഇന്റീരിയറും നല്ലൊരു ഇലക്ട്രോണിക് സ്റ്റോറും ഫണ്ടൂറയും ഒക്കെ കോട്ടയത്തെ ലുലു മാളിന്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. എങ്കിൽ പോലും ടോപ്പ് ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളുടെയും മൾട്ടിപ്ലസിന്റെയും അഭാവവും അത്ര സ്പേഷ്യസ് അല്ലാത്ത ഫുഡ് കോർട്ടും ലുലു മാളിന്റെ പരിമിതി തന്നെയാണ്. കോട്ടയംകാരുടെ ഹിറ്റ് ലിസ്റ്റ് ഇടം പിടിച്ചതിനാൽ തന്നെ മറ്റ് സൗകര്യങ്ങളും ലുലുവിൽ ഉടൻ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ലുലു മാൾ സന്ദർശിക്കാത്തവർക്ക് തീർച്ചയായും ഇതൊരു ലോട്ടറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് എത്തിയാൽ തീർച്ചയായും ലുലു മാൾ മിസ് ചെയ്തേക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.